പ്രശസ്ത നടൻ മേഘനാഥന് കണ്ണീരിൽ കുതിർന്ന യാത്രയപ്പ് നൽകി നാട്. വാടാനംകുറിശ്ശിയിലെ വീട്ടിൽ പിതാവ് ബാലൻ കെ നായർ അന്തിയുറങ്ങുന്ന മണ്ണിലാണ് മേഘനാഥനും അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത്. സംസ്കാര ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനായെത്തി. ഒട്ടും കൃത്രിമത്വമില്ലാതെ അഭിനയത്തിന്റെ സ്വാഭാവികതയിൽ നിറഞ്ഞുനിന്ന് അബ്രപാളികളിൽ ഓരോ കാണികളെയും വിസ്മയിപ്പിച്ച മേഘനാഥൻ എന്ന നടൻ വേഷപ്പകർച്ചകളെല്ലാം മാറ്റിവെച്ച് ജീവിതത്തിൽ തീർത്തും അനിവാര്യമായ മറ്റൊരു യാത്രയ്ക്കായി ഒരുങ്ങുമ്പോൾ കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും നാട്ടുകാരുമൊക്കെ നിറഞ്ഞ കണ്ണുകളോടെയാണ് വിട നൽകിയത്. വാടാനംകുറിശ്ശിയിലെ മേഘനാഥന്റെ തറവാട്ട് വീട്ടിൽ രാവിലെ മുതൽ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിയത്. കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നും രാവിലെയാണ് മൃതദേഹം വാടാനംകുറിശ്ശിയിലെ വീട്ടിലെത്തിച്ചത്. രാഷ്ട്രീയ മേഖലയിൽ നിന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ, മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി, MLA മാരായ അഡ്വക്കേറ്റ് പ്രേംകുമാർ, മുഹമ്മദ് മുഹസിൻ, P മമ്മിക്കുട്ടി, മുൻ MLA M ഹംസ, EP ചിത്രഭാനു തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു. സിനിമാ മേഖലയിൽ തൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ശക്തമായ കഥാപാത്രങ്ങൾക്ക് രൂപം കൊടുത്ത ഒരു നടനാണ് മേഘനാഥൻ. മമ്മൂട്ടി മുതൽ നമ്മുടെ കലാഭവൻ മണി വരെയുള്ള നടന്മാരുമായി നിരവധി പടങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തന്മയത്വം പ്രകടിപ്പിച്ച് മേഘനാഥൻ മലയാള സിനിമയിൽ സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. അച്ഛൻ്റെ മകൻ എന്നതിനപ്പുറത്ത് സ്വന്തമായൊരു ഐഡൻറ്റിറ്റി, നല്ല വില്ലനായിട്ട് നിരവധി കാലം സിനിമയിൽ തിളങ്ങി നിന്നു. അതിനുശേഷം സ്വഭാവ നടനായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ പതിയുന്ന കഥാപാത്രമായിട്ട് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ സ്വഭാവ നടൻ എന്നുള്ള നിലയ്ക്ക് കുറച്ചും കൂടെ നന്നായി ചെയ്യാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഈ അസുഖം കൊണ്ട് നമ്മളെ പെട്ടെന്ന് വിട്ട് പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തീരാ നഷ്ടം വരുത്തിക്കൊണ്ടാണ് ശ്രീ മേഘനാഥൻ്റെ അന്ത്യമുണ്ടായത്. മുഹസിൻ പറഞ്ഞ പോലെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ ജീവനോടുകൂടി ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയ രീതിയിലുള്ള വൈദഗ്ധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവതരിപ്പിക്കുന്ന കഥാപാത്രം വില്ലനാണ്. ബാലൻ കെ നായരുടെ മകൻ എന്ന നിലയിലും അതിനപ്പുറത്ത് അഭിനയരംഗത്ത് സ്വന്തമായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കാനും തനിക്ക് കിട്ടിയ കഥാപാത്രങ്ങളെ മനുഷ്യ മനസ്സിൽ നിന്ന്, മലയാളി മനസ്സിൽ നിന്ന് മായാത്ത വിധത്തിൽ മുദ്ര പതിപ്പിക്കാനുമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും മികച്ച നടന്മാരിലൊരാളാണ് മേഘനാഥൻ. ഏറ്റവും മികവുറ്റ ഒരു കലാകാരനാണ് ശ്രീ മേഘനാഥൻ. അദ്ദേഹം നിരവധി സിനിമകളിൽ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ ഒരിക്കലും വിസ്മരിക്കാനാകാത്തതാണ്. അദ്ദേഹം ഷൊർണൂരിലും പാലക്കാട് ജില്ലയിലുമുള്ള ഒട്ടനേകം നല്ല കാര്യങ്ങളിൽ ഇടപെട്ട മഹാവ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഞെട്ടിപ്പിക്കൽ ഈ യോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ശ്രീ മേഘനാഥൻ്റെ നിര്യാണത്തിലെ പുരോഗമന കലാസാഹിത്യ സംഘം അനുശോചനം രേഖപ്പെടുത്തുകയാണ്. വെള്ളിത്തിരയിൽ എല്ലാ അർത്ഥത്തിലും നിറഞ്ഞു നിൽക്കുമ്പോഴും മനുഷ്യസ്നേഹത്തിൻ്റെ ഗ്രാമീണ ജീവിതം ഉൾക്കൊണ്ട ആ മഹാനായ കലാകാരൻ്റെ മുന്നിൽ ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു. സിനിമാ മേഖലയിൽ നിന്ന് മേഘനാഥന്റെ സഹപ്രവർത്തകരായ കോട്ടയം നസീർ, അബൂ സലീം, രാജേഷ് ഹെബ്ബാർ, ഷൊർണൂർ മണി, സ്ഫടികം ജോർജ് തുടങ്ങി നിരവധി ചലച്ചിത്ര പ്രവർത്തകരാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, എൻ്റെ സുഹൃത്ത് മേഘനാഥൻ, ഞങ്ങളൊരുമിച്ച് പല പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ വേഷം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ചെമ്പൽ എന്ന പടത്തിലാണ്. വളരെ നല്ല മനസ്ഥിതിയുള്ള, സത്യസന്ധനായ, ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്തിനാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും മലയാള സിനിമയിൽ ഒരുപാട് കാലം, ദീർഘകാലം ജീവിച്ചിരുന്നുകൊണ്ട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു. എന്നാൽ വിധി കടക്കാൻ പറ്റിയില്ലല്ലോ. ദൈവഗീതം അതാണ്. തീർച്ചയായും നമ്മയെല്ലാം വേർവിട്ട് സമാധാനത്തിൻ്റെ ഒരു നാട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആത്മാവിനെ നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
കുടുംബാംഗങ്ങളെല്ലാം ആശ്വസിപ്പിക്കുന്നു. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള സൗഹൃദമായിരുന്നു ഞാൻ ആദ്യം. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പടങ്ങൾ ചെയ്തു. ഇതൊരു കുടുംബ സുഹൃത്ത് തന്നെയായിരുന്നു അദ്ദേഹം. കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഉള്ളൊരു ബന്ധമാണ്. കാരണം മനസ്സിന് താങ്ങാൻ പറ്റാത്തൊരു വിഷമം തന്നെയാണ്. ആത്മാവിന് ശാന്തി തരട്ടെ. വലിയ ഇഷ്ടമുള്ള ആളായിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു വേഷം. കുറേ ആൾ മുമ്പ് ചോദിച്ചിട്ടില്ല. ഞാനെപ്പോഴും പറയാറുണ്ട്, ഈ പുഴയും കടന്ന് എന്ന് പറയുന്ന സിനിമയിൽ മേഘം ചെയ്ത ഞാനെപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാണാൻ പ്രിയപ്പെട്ട ആളായിരുന്നു. അതെല്ലാം കാണുമ്പോഴൊക്കെ വലിയ സ്നേഹവും സൗഹൃദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ടാലൻ്റ് ആയിട്ടുള്ള ഇനിയും ഒരുപാട് സഞ്ചരിക്കേണ്ടതായിരുന്നു. ഒരുപാട് വിഷമം നമ്മളിപ്പോൾ ആത്മസംഘടനയുടെയും കൂടി ഒരുപാട് ആൾക്കാർ ഞങ്ങളെ ഫോൺ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എത്താൻ പറ്റുന്നില്ല, ഒന്നും പറയണം വേണ്ടപ്പോൾ എറണാകുളത്തിനൊക്കെ. പിതാവ് ബാലൻ കെ നായർ അന്തിയുറങ്ങുന്ന മണ്ണിലാണ് മേഘനാഥനും അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ.